നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒക്ടോബർ 2 PK ക്ലാസ്സസ് തുടങ്ങിയായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ടൈം ടേബിൾ 2 ആഴ്ചത്തെ ഇപ്പോൾ ആയി. അതിൽ കുറേ ഗ്യാപ്സ് വന്നിട്ടുണ്ടായിരുന്നു, പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞാനൊന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഡിഗ്രി ഉള്ള എല്ലാവർക്കും, ഏതൊരു ഡിഗ്രി ഉള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലൈവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. നവംബർ വരെയാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതുവരെ കാത്തിരിക്കേണ്ട, എത്രയും വേഗം തന്നെ അയയ്ക്കുക. 2 നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിടപ്പുണ്ട്. KSRTC പോലുള്ള സ്ഥാപനങ്ങളിലേക്കും KSEB പോലുള്ള സ്ഥാപനങ്ങളിലേക്കും ഏകദേശം ഒരു 40 to 50 റേഞ്ചിൽ, എന്തായാലും 35 to 50 റേഞ്ചിൽ നിങ്ങൾക്ക് സാലറി കയറുമ്പോൾ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പോസ്റ്റാണ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാസ്റ്റ് ചാൻസാണ്. കാരണം ഇതിന് ശേഷം എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എനിക്കൊരു ലാസ്റ്റ് ചാൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PKയുടെ ഓൺലൈൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അപ്പം അതാണിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ ദിവസവും ഏകദേശം 2 ടോപ്പിക്ക് തരും. പിന്നെ കറണ്ട് അഫെയർസ് ഫ്രീ ആയിട്ട് ഉണ്ട്, അത് പഠിക്കുന്നുണ്ട്. എല്ലാം തന്നെ നോക്കുന്നുണ്ട്. അപ്പം എത്രയും വേഗം എക്സാംസ് വരും. ഏപ്രിലിൽ പ്രിലിംസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏപ്രിൽ മാർച്ച് ആ ഒരു സമയത്ത് സമയമുണ്ടെന്ന് നമുക്ക് തോന്നും. ഇത്രയും സമയമുണ്ടല്ലോ, ഇപ്പം ഒക്ടോബർ തീരാറായി. ഇനിയിപ്പം നമ്മൾ നോക്കുമ്പോൾ 3-4 മാസം ഉള്ള പോലെ തോന്നുമെങ്കിലും സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം, എന്തായാലും നോട്ടിഫിക്കേഷൻസ് വന്നു, എത്രയും വേഗം തന്നെ നിങ്ങൾ ആരെങ്കിലും മടിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിയട്ടെ, അടുക്കാറാകട്ടെ എന്നൊക്കെ ഓർത്തിരിപ്പുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പഠിക്കാൻ തുടങ്ങുക. SCRT വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ ദിവസവും SCRTയുടെ ഒരു പാഠം വെച്ച് നോക്കുന്നുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം. പിന്നെ PYQസും ആരും മറന്നു പാടില്ല, PYQസും ചെയ്യണം. അങ്ങനെ എല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുക. ഓൺലൈൻ കോച്ചിങ് എടുക്കാത്തവർ സെൽഫ് സ്റ്റഡി ആയാലും മതി. സെൽഫ് സ്റ്റഡി കറക്റ്റായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഈ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ കാണും. അതായത്, ഇത്രയും നാളായില്ലേ പഠിക്കുന്നു, ഇത്രയും നാളായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങളൊരു MSc ഗ്രാജുവേറ്റ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊരു PG ഉള്ള ഹോൾഡർ അല്ലേ, നിങ്ങൾക്ക് ഇതുവരെ ഒരു ചെറിയ ഒരു 7th ലെവലിൻ്റെയോ അല്ലെങ്കിൽ 10th ലെവലിൻ്റെ എക്സാം എഴുതിയെടുക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറേ ആൾക്കാരുണ്ടായിരിക്കും, ഗവൺമെൻറ് ജോലി ഉള്ളവർ, ഇല്ലാത്തവർ, അല്ലെങ്കിൽ പൈസയുള്ളവർ. അപ്പോൾ ചില ഫങ്ഷൻസിൽ നമ്മളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ചില ഡിസ്കഷൻസിന് നമ്മളെ മാറ്റി നിർത്തുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണം കാണുമല്ലോ. അപ്പം നമ്മൾ ഒരു അൺഎംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് പോകാനൊരു നാണക്കേട് ഫീൽ ചെയ്യുക. ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം? അപ്പം ഒന്നുകിൽ നമുക്ക് ഇവരോട് ശക്തമായ ഭാഷയിൽ പറയാം, ഓക്കെ ഞാൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റായിട്ടിരിക്കുക, ലെറ്റ് യുവർ സക്സസ് ടോക്ക്. അപ്പം നിങ്ങളുടെ സക്സസ് വേണം സംസാരിക്കാൻ. അപ്പം ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ഇത് നമ്മുടെ ഒരു ഫ്യൂവലാക്കി മാറ്റുക. നമ്മൾ പതുക്കെ ഒരു പടുതിരി നമ്മുടെ ഉള്ളിൽ കത്തിക്കുക. അതായത് ചെറിയ വിറകും കൊള്ളിയൊക്കെ ഇട്ട് പതുക്കെ കത്തിക്കുക. ഈ ഒരു തിരി കത്തിക്കുക. അതായത് ഇവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളെ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥകൾ, നമുക്കുണ്ടായ ആ വിഷമത്തിനെ നമ്മളൊരു ഊർജ്ജമാക്കി എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് മടി വരുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, രാവിലെ അലാറം വെച്ചാൽ എഴുന്നേക്കാൻ പറ്റാതെ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടേക്കാം, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഇത് കാണണം. ഒന്നെങ്കിൽ ഈ പേപ്പറിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഫോണിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക. അപ്പം ഈ തിരി, നമ്മുടെ ഉള്ളിൽ കിടത്തിയ കത്തിച്ച ഈ തിരി ഉണ്ടല്ലോ, അത് പതുക്കെ എരിയണം. എരിഞ്ഞ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു വാശി ഉണ്ടാകണം. വാശി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഡാർക്ക് മോട്ടിവേഷനാണ് എന്നെനിക്കറിയാം. അതായത് ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ അല്ല.
ഇതൊരു ഡാർക്ക് മോട്ടിവേഷനാണ്. പക്ഷേ ഡാർക്ക് മോട്ടിവേഷൻ വർക്ക്സ് ഫോർ മീ. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും. അതായത് ഓക്കെ, നമുക്ക് പഠിക്കണം, ജോലി മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഇന്ന സാധനം വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന രീതിയിൽ ജീവിക്കണം. അതൊരു പോസിറ്റീവ് മോട്ടിവേഷൻ. ഡാർക്ക് മോട്ടിവേഷൻ നമ്മളെ താഴ്ത്തിയവരെ കാണിച്ചു കൊടുക്കണം, നമുക്ക് അവരുടെ മുന്നിൽ മുന്നേറി കാണിച്ച് അവരുടെ മുന്നിലൂടെ നമുക്ക് പോകണം എന്നുള്ളത് ഡാർക്ക് മോട്ടിവേഷനായിട്ട്. ഗൈസ്, നിങ്ങൾക്ക് ഏത് മോട്ടിവേഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഡാർക്ക് മോട്ടിവേഷൻ എനിക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. ഒന്ന് ഈ പേപ്പറിൽ എഴുതി വെക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക നമ്മളെ താഴ്ത്തിയവരുടെ മുഖങ്ങൾ, നമ്മളെ ചീത്ത പറഞ്ഞവരുടെ കാര്യങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, അവരെ പറ്റിയൊക്കെ ആലോചിക്കുക. അപ്പം എവിടെ നിന്നില്ലാത്ത ഇത് പോസിറ്റീവ് മോട്ടിവേഷനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഊർജ്ജം ഡാർക്ക് മോട്ടിവേഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ എത്രയും വേഗം പഠിക്കാൻ തുടങ്ങുക. ഞാൻ PYQs ചെയ്യുന്നുണ്ട്. 10 PYQs മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക് അറിയണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല, നിങ്ങൾക്ക് നല്ല ബുക്കാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കാണ്. 10 PYQs വെച്ച് ഡെയിലി ചെയ്യണം. അപ്പം ഡിഗ്രി ലെവലിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിലിംസാണ്. പ്രിലിംസിന് 50 മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ തന്നെയുണ്ട്. അപ്പം അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമാണ്. അത് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ മാർക്ക് ഇൻക്രീസ് ആയിട്ട് വരത്തുള്ളൂ. പിന്നെ അത് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇത് PK ലേണിങ്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ചാനലാണ്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യാം. ഇതും പെയ്ഡ് പ്രൊമോഷനല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. നിങ്ങൾക്ക് PK ലേണിങ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. മറ്റ് കുറേ ചാനൽസ് ഉണ്ട്. ആനുകാലികം എന്ന് പറയുന്നൊരു പത്രവാർത്തകൾ എന്ന് പറയുന്ന ചാനലുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കുക. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ബുക്കിൽ. അപ്പോൾ ഒക്ടോബറിലെ ഇന്ന് വരെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി പോകുന്നുണ്ട്, ഡെയിലി എഴുതി പോകുന്നുണ്ട്. അപ്പം ഇത് എല്ലാ ദിവസവും അടുത്തത് ഇന്നത്തെ എഴുതുമ്പോഴത്തേക്കും ഇന്നലത്തെയും കൂടെ വായിച്ച് വിടുവാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് തന്നെ ഒരു സാഗരമാണ്. അപ്പം നമുക്കതിലൊരു ഒന്ന് ഇറങ്ങി അതൊരു കരയ്ക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ രാത്രി 11 ആകുമ്പോഴാണ് ഇപ്പം കുഞ്ഞ് ഉറങ്ങുന്നത്, ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പം 11 തൊട്ട് ഈയിടെ എല്ലാം ഈ ഒരു 2 വീക്സിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങി പോവാണ്. ഒരു 1 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വരും. പിന്നെ ഞാൻ അലാറം വെക്കും, പക്ഷേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ സൊല്യൂഷനാണ് ഈ ഒരു ഡാർക്ക് മോട്ടിവേഷൻ എന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുഖം മനസ്സിലാലോചിക്കുക. നമ്മളെ കാത്തു കഴിയുന്നവരുടെ, അല്ലെങ്കിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവരുടെ മുഖം മനസ്സിൽ വിചാരിക്കുക. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.